കൂടാതെ നമുക്കിവിടെ ലൈറ്റ് ഹൗസ് ആണ്. അതിന് മുന്നേ റൈറ്റ് സൈഡിൽ 5 തെങ്ങിൻ്റെ ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെൻ്റർ. ബ്ലോക്കിൻ്റെയാണ് കേട്ടോ, 5 തെങ്ങ് ബ്ലോക്കിൻ്റെ. അത് കഴിഞ്ഞാൽ നേരെ കണ്ടോ, ഇതാണ് 5 തെങ്ങ് ഫോർട്ട്, 5 തെങ്ങ് കോട്ട. ഒരു ദിവസം എന്തായാലും 5 തെങ്ങ് കോട്ടയും, ഇതേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 5 തെങ്ങ് ലൈറ്റ് ഹൗസും നമുക്ക് കാണാൻ സാധിക്കും. സന്ദർശന സമയം ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെ. തിങ്കളാഴ്ച അവധി. ഓക്കെ, തിങ്കളാഴ്ച ഇല്ല, ബാക്കി എല്ലാ ദിവസവും 3 മണി മുതൽ 5 മണി വരെയാണ് ഈ ഒരു 5 തെങ്ങ് ലൈറ്റ് ഹൗസിലൂടെ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. കയറിയിട്ട് ഞാൻ ഇതുവരെ ഈ ഒരു ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ലൈറ്റ് ഹൗസിൽ നിന്നുള്ളതല്ല, ഒരു ലൈറ്റ് ഹൗസിലും ഇതുവരെ കയറിയിട്ടില്ല. ഇത് നമ്മുടെ 5 തെങ്ങ് കോട്ട എനിക്ക് തോന്നുന്നു 5 മണി അല്ലെങ്കിൽ 6 മണി വരെ ആയിരിക്കാം. എന്തായാലും അത് ഓപ്പൺ ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം ദേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ചെറിയ റോഡുകളാണ്. ഇവിടെയൊക്കെ എന്തായാലും ചെറിയ റോഡാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. കൊച്ചു കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റോഡിലൂടെ എടുത്ത് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ നമ്മുടെ കോസ്റ്റൽ റോഡാണ്. ഈ ഒരു റൂട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർ, ഇനി അതല്ല തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകാനും. കാരണം ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അതുവഴി പോകുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അതുമല്ല, ആറ്റിങ്ങൽ എന്ന് പറയണത് ഇപ്പോൾ നോർമലി ഏതൊരു സമയത്തും ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി പോയി കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സുഖമായിട്ട് പോകാം. സോ എല്ലാവരും ഇപ്പോൾ ഈ വഴിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വർക്കലയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ, ഇനി അതല്ല സിറ്റിയിൽ നിന്ന് വർക്കലയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഇതുവഴിയാണ് പോകുന്നത്. അവരങ്ങനെ ആറ്റിങ്ങലിലോട്ട് പോയിട്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ വർക്കലയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഇതുവഴി തന്നെയാണ് പോകുന്നത്. കാരണം അവർക്ക് ഇതാണ് എളുപ്പം. കുറേ പേര് എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ ചെക്കലവളാകം തെക്കുംഭാഗം വഴി, അതായത് എൻ്റെ സ്ഥലം വഴി നേരെ ബീച്ച് റോഡ് ചെന്ന് അവിടെ നിന്ന് പാലം കയറി നമ്മളിപ്പോൾ കയറി തിരിച്ച് പോകാൻ പോകുന്ന വഴിയുണ്ട്, അവിടെ ചെല്ലും. അപ്പോൾ ഇത്രയും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ കവർ ചെയ്യേണ്ടി വരത്തില്ല. ഇതൊരു പള്ളിയാണ്, നമ്മുടെ സെൻറ്റ് റോക്കി ചർച്ച്, സെൻറ്റ് റോഷ്.